നമുക്കിനി ലൈറ്റിംഗ് ഡിസൈനിൽ ചേർത്ത് വായിക്കേണ്ട പാർട്ട് ഈ പേജിലാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പേജ് നമ്പർ 111 കിടക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്, അതായത് നമ്മൾ ലൈറ്റിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമുക്ക് അകത്തുള്ള ലൈറ്റ്സ് ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, മീൻസ് ലൈറ്റിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ആദ്യം ഇപ്പോൾ നമ്മൾ ലക്സ് ലെവൽസ് ഇതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ വരുന്ന ഈ പാർട്ടാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്. അതായത് നമ്മൾ അകത്ത് കൊടുക്കുന്ന ലൈറ്റിങ്ങിനെ ഉദ്ദേശിക്കുന്നത്, അതായത് നാച്ചുറൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സണ്ണിൽ നിന്ന് കിട്ടുന്ന ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പറഞ്ഞേക്കുന്ന ഇല്ലുമിനേഷൻ ലെവൽ, അതായത് അത്ര ലക്സ് എത്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഡേ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് വെളിച്ചത്തിന് വേണ്ടിയാണ്, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വർക്കിന് വേണ്ടിയുള്ള രീതിക്ക് അവിടെ ലൈറ്റ് കിട്ടണം. അപ്പോൾ അതിൻ്റെ കഥകളാണ് ഇനി എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ടേബിൾ 4, അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ലക്സ് ലെവൽസിൻ്റെ വേരിയസ് ആവറേജ് ഇതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ആ ടേബിൾ 4 യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടുത്തെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെ പൊതുവെ ലൂമൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിംഗ് ഡിസൈൻ തുടങ്ങുന്നത് ലൂമിനസ് ഫ്ലക്സ് എഫ് എന്ന് പറഞ്ഞ ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ലൈറ്റ് റീച്ചിങ് ദ വർക്കിംഗ് പ്ലെയിൻ, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇതിലാണോ നമ്മൾ ഇലുമിനേറ്റ് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എത്തുന്ന ലൈറ്റിൻ്റെ ഔട്ട്പുട്ടിനെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ ലാമ്പിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത് ടൈപ്പ് ഓഫ് ലാമ്പാണ് യൂസ് ചെയ്തെന്ന് പറയും. പിന്നെ അതിൻ്റെ റൂമിൻ്റെ ഒരു പ്രപ്പോർഷൻ, അതായത് അതിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ റൂം ഇൻഡെക്സ് എന്ന് പറയും. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റിങ് ഇതൊക്കെ അനുസരിച്ച് റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമോ അത് നോക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ ലൈറ്റിന് ഒരിക്കലും കൃത്യമായിട്ടുള്ള ഉദ്ദേശിച്ച ലൂമൻസ് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ലൈഫ് കുറഞ്ഞു വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട് അവർ കൺസിഡർ ചെയ്യണം. പിന്നെ അതുകൂടാതെ നമ്മുടെ ലൈറ്റ് പൊടി പിടിക്കും, അപ്പോൾ ഡെർട്ട് വഴിയുള്ള ഡിപ്രീസിയേഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് 6 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ആ പോയിന്റിൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ്, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അതായത് അത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബൾബിൽ നിന്ന് ലൈറ്റ് പുറപ്പെടുവിച്ചു, അത് താഴത്തേക്ക് എന്തോരം എത്തുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടാനാണ്. പിന്നെ അല്ലെങ്കിൽ പലത് റിഫ്ലക്റ്റായി പോകും, അല്ലെങ്കിൽ ഇൻറ്റേർണലി റിഫ്ലക്റ്റായി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എത്ര ലൈറ്റ് ശരിക്കും ചെന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ ആണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അതായത് ഫുള്ള് നമ്മളിപ്പോൾ 100, ഫോർ എക്സാമ്പിൾ 100 ലക്സ് വിട്ടാൽ ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു 90 കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കുറച്ച് ലൈറ്റ് കുറഞ്ഞു പോയല്ലോ, ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഈ യൂട്ടിലൈസേഷൻ ഫാക്ടർ കൊണ്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൂടാതെ ഒരു കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ് റിഫ്ലക്ഷൻ ഫാക്ടർ. അതായത് എത്രത്തോളം ഇപ്പോൾ ചില വൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വാൾസും സീലിങ്ങൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടർ ഇതിൻ്റെ അകത്ത് നമ്മൾ അതേപോലെ ലൈറ്റ് കളറായിട്ടുള്ള നിറങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ കളറുകൾക്കും ഏകദേശം എത്ര റിഫ്ലക്ഷൻ ഫാക്ടർ കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റിനാണെങ്കിൽ 0.7 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേഷൻ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പം നമുക്ക് ഇതിൽ ഫൈ എന്ന് പറഞ്ഞ സാധനം ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. അതിൽ ഫൈ ഈക്വൽ ടു EAV, ഈ ആവറേജ് ഇൻറ്റു എ എന്ന് പറഞ്ഞ ഏരിയ ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ലൂമിനസ് ഫ്ലക്സ് അതായത് ഫൈ എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് ശേഷം ആണ് നമ്മൾ എത്ര ലൈറ്റ് ഉണ്ടെന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത്. EAV എന്ന് പറഞ്ഞാൽ ആവറേജ് ഇല്ലുമിനേഷൻ ലെവൽ, നമ്മൾ എത്ര ലക്സ് ആ റൂമിൽ വേണമെന്നൊക്കെ ഉള്ള അതിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ 4. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കും. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് വർക്കിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ ആ റൂമിൻ്റെ ഏരിയ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. യൂട്ടിലൈസേഷൻ ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ മെയിൻ്റെനൻസ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ലൈറ്റിൽ പൊടി പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ കുറയുന്ന കേസ് നമ്മൾ അതിൻ്റെ അത് കൺസിഡർ ചെയ്യണം. ലൈറ്റിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നത്, അതായത് ബൾബിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് മെയിൻ്റെനൻസ് ഫാക്ടർ കൊണ്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ലാമ്പിൻ്റെ അല്ലെങ്കിൽ ബൾബുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ ആവറേജ് ഇൻറ്റു എ ഏരിയ ഓഫ് റൂം കണ്ടുപിടിക്കുക.
പിന്നെ യൂട്ടിലൈസേഷൻ ഫാക്ടർ നേരത്തെ പറഞ്ഞ ഒരു വാല്യൂസ് എടുക്കുക, ഡി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു വാല്യൂ എടുക്കുക, ഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ലാമ്പിൻ്റെ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഫൈ ഓൾറെഡി നമുക്ക് ലാമ്പിൻ്റെ കാറ്റലോഗിൽ തരും, ഇത്ര ലൂമൻസ് ആണ് ഇത് തരുന്നതെന്നുള്ളത് തരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫൈയും കിട്ടും. അപ്പോൾ ഇതിലെല്ലാം നോൺ വാല്യൂസാണ്. അതായത് ടേബിൾ 4 നിന്ന് ഈ ആവറേജ് കിട്ടും. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ഓഫ് വർക്കിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ ആ റൂമിൻ്റെ ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കുക. യു എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യുവും ഡി ഒക്കെ നമുക്ക് അതനുസരിച്ച് കൺസിഡർ ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് നമ്പർ ഓഫ് ലാമ്പ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷനാണിത്. സിമ്പിളായിട്ട് നമുക്ക് ആ ലാമ്പിന് ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസ് കുറച്ച് മറ്റേ ഗ്രീക്ക് സിമ്പിൾസ് ആണെങ്കിലും കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ ടോട്ടൽ ഒരു സ്ഥലത്ത് ഇല്ലുമിനേഷൻ എത്ര, നമ്മൾ സിമ്പിളി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 200 ലക്സ് ആണ് ഒരു ഏരിയയിൽ. ഫോർ എക്സാമ്പിൾ 200 ലക്സ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ആവറേജ് ഇപ്പോൾ ഒരു ബെഡ്റൂം ആണെങ്കിൽ 200 ലക്സ് നമ്മുടെ ടേബിൾ 4 അപ്പോൾ ഇൻറ്റു ഏരിയ, ആ ഏരിയ ഓഫ് ബെഡ്റൂം ചെയ്യുക, ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്ടിലൈസേഷൻ ഫാക്ടർ. അതായത് ഇതിൻ്റെ ഇത്ര ശതമാനം, ഞാൻ നേരത്തെ പറഞ്ഞ 100 ലക്സ് തന്നെ ഉണ്ടെങ്കിൽ അതിൽ ഇത്ര ശതമാനം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ സാധനം അതിലിടുക, അതായത് 0.8 ആ ഒരു വാല്യൂ ഇടുക. പിന്നെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ഫാക്ടർ, അതായത് ലൈറ്റ് പഴകുന്തോറും ഈ ഔട്ട്പുട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ട ഒരു 10 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കുറയാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈറ്റും കൂടി എക്സ്ട്രാ കയറ്റി ഇടണമായിരിക്കും നമുക്ക് നല്ലത്. കുറച്ച് കാലം കൂടി ഈ ഒരു ആവറേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ എളുപ്പത്തിന്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റലോഗിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ലാമ്പിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ അറേഞ്ച്മെൻറ്റ് ഫ്ലൂമറൈസ് ചെയ്യുന്നത് അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഓരോ ലൈറ്റ് അല്ലെങ്കിൽ ബൾബ് എക്സ് മീറ്റർ, ഇപ്പോൾ ഒരു 10 മീറ്ററിലാണ്, ഞാൻ എക്സാമ്പിൾ പറയണേ, 10 മീറ്ററിലാണ് ഓരോ ലൈറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും അറ്റത്ത് വാളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ലൂമിനറി ഒരു 0.5x, അതായത് 0.5 × 10 എന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ ഗ്യാപ്പിൽ നിർത്തിയാൽ നല്ലതായിരിക്കും. അത് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ മൗണ്ടിങ് ഹൈറ്റ്, അതായത് ഇത് എത്ര നമ്മുടെ നിലത്തുനിന്ന് എത്ര ഹൈറ്റിലാണ് ഇത് ചെയ്തേക്കണത് അതുമായിട്ടൊരു ബന്ധം കൂടിയുണ്ട്. അതായത് നമ്മുടെ മൗണ്ടിങ് ഹൈറ്റിനോട് ക്ലോസർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എത്ര, ഇപ്പോൾ സപ്പോസ് ജനറലി നമ്മുടെ വീടുകളൊക്കെ ഒരു ആവറേജ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 3 മീറ്ററോളം നമ്മുടെ സീലിങ്ങിലേക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലൈറ്റുകൾ തമ്മിലുള്ളൊരു 3 മീറ്റർ ഗ്യാപ്പ് ഇടാം എന്നാണ് പറയുന്നത്. പ്രൊവൈഡഡ് നമുക്ക് ഈ പറഞ്ഞ ലക്സ് കിട്ടണം. അതായത് ആ റെസിഡൻഷ്യലിൽ ഇപ്പോൾ 200 ലക്സ് ആണ് പറഞ്ഞേക്കണമെങ്കിൽ അത് കിട്ടണം. പിന്നെ നമ്മൾ നേരത്തെ റൂം ഇൻഡെക്സ് എന്ന് പറഞ്ഞു, അതാണ് ഈ റിഫ്ലക്ഷൻ ഇതൊക്കെ കാരണം, പിന്നെ അതിൻ്റെ ഏരിയ ഒക്കെ കാരണം ഉണ്ടാകുന്ന ഒരു കാര്യം കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് ഈ റൂം ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൂം ഇൻഡെക്സ് <1 ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്റ്റൻസ്, അതായത് ചെറിയ റൂമുകളൊക്കെ അതിൻ്റെ അകത്ത് ഈ എക്സ് മറ്റേ മൗണ്ടിങ് ഹൈറ്റിനേക്കാളും കുറയ്ക്കാമെന്ന്. അതായത് ചെറിയൊരു റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ 3 മീറ്റർ ഗ്യാപ്പൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് നമുക്ക് കൃത്യമായിട്ട് അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കേസാണ് ഈ പോയിൻ്റ് ബിയിൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങ് ചെറിയ റൂമാകുമ്പോൾ ഒരു ലൈറ്റോ അല്ലെങ്കിൽ 2 ലൈറ്റോ കൊടുക്കാൻ പറ്റും. അപ്പോൾ സംഭവം നമുക്ക് നല്ല യൂട്ടിലൈസേഷൻ ഫാക്ടർ കിട്ടും. അതായത് 2 ലൈറ്റൊക്കെ ഉള്ളൂ, അപ്പോൾ അത് മാക്സിമം അതിൻ്റെ ലൈറ്റ് നമുക്ക് കിട്ടുന്നു. പക്ഷേ അതിൻ്റെ ലക്സ് നമ്മൾ ആ ഒരു റൂമിൻ്റെ പല സ്ഥലങ്ങളിൽ നോക്കി യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം.